നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളം കണ്ടുണരുന്നത് കൊലപാതകവും ദുരൂഹമായ മരണങ്ങളും പീഡനങ്ങളും തുടങ്ങിയുള്ള അതിക്രൂരമായിട്ടുള്ള വാർത്തകൾ കേട്ടാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഉത്തരമേ ഉള്ളൂ: നമ്മുടെ നാട്ടിലെ നിയമം അതത്ര ശക്തമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പ്രതികളെയെല്ലാം പിടികൂടി ജയിലിൽ അയച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്നവർ ഭക്ഷണം കഴിച്ച് തടിച്ചു കൊഴുത്ത് വീണ്ടും പുറത്തിറങ്ങി ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും ക്രൈമും ഒക്കെ വീണ്ടും ചെയ്യുന്നത്. അതാണ് പാലക്കാട് നടന്ന സംഭവം അടക്കം നമ്മളോട് വിളിച്ചു പറയുന്നത്. അതായത് ഇന്നും അതിക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. വയനാട് ജില്ലയിലാണ്. വയനാട് വെള്ളമുണ്ടയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ബാഗുകളിൽ ഒളിപ്പിച്ച് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അതിക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ഉത്തർപ്രദേശ് സ്വദേശി മുക്കീബ് 25 വയസ്സാണ് പ്രായം, കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. UP സ്വദേശി തന്നെയായ മുഹമ്മദ് ആരിഫിനെ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ കസ്റ്റഡിയിലെടുത്ത പ്രതിക്ക് പ്രായം 38 വയസ്സാണ്. ഭാര്യയുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് സൂചന. മൃതദേഹത്തിന്റെ ഭാഗങ്ങളടങ്ങിയ ബാഗുകൾ മുളിത്തോട് പാലത്തിനടിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പോലീസ് പറയുന്നതനുസരിച്ചിട്ട് വൈകുന്നേരം പ്രതി ആരിഫ് 2 കെട്ടുകളുമായി ഓട്ടോയിൽ കയറി. അത് അത്യാവശ്യം വലിയ രീതിയിലുള്ളൊരു ബാഗായിരുന്നു. യാത്രക്കിടെ കല്ലോടി മൂളിത്തോട് പാലത്തിന് മുകളിൽ നിന്ന് ഒരു ബാഗ് താഴേക്കെറിഞ്ഞു. പിന്നീട് മറ്റൊരു കെട്ടും ഉപേക്ഷിക്കുന്നത് കണ്ട് സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവറാണ് ഈ വിവരം പോലീസിനെ വിളിച്ചറിയിച്ചത്. പോലീസ് സ്ഥലത്തെത്തി ആരിഫിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ പാലത്തിനടിയിൽ നിന്ന് 2 കെട്ടുകളിലായി മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയായിരുന്നു. പ്രതിയെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ നിന്ന് പ്രാഥമികമായിട്ട് ലഭിച്ച വിവരം ഭാര്യയുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് ഇത്തരത്തിലേക്ക് 25 വയസ്സുകാരന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഏറെക്കാലമായി വെള്ളമുണ്ടയിൽ താമസിച്ച് ജോലി ചെയ്യുന്നവരാണ് ഇരുവരും. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയതെന്നാണ് സംശയം. കൂടുതൽ വിവരങ്ങൾക്കായി പോലീസ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. തൊണ്ടർനാട് സ്റ്റേഷൻ പരിധിയിലെ വെള്ളിലാടിയിൽ വെച്ചാണ് കൊലപാതകമെന്നാണ് സൂചന. ഇന്നലെ വൈകുന്നേരമായിരുന്നു ക്രൂരകൃത്യം നടന്നത്. വെള്ളനാടിയിൽ വെച്ച് കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹം 2 സ്യൂട്ട് കേസുകളിലാക്കി പ്രതി ഒരു ഓട്ടോറിക്ഷയിൽ കയറുകയും ശേഷം മുളിത്തോട് പാലത്തിന് മുകളിൽ നിന്ന് ആ ബാഗുകൾ വലിച്ചെറിയുകയുമായിരുന്നു. അപ്പോഴാണ് ഈ ഒരു പറയുന്ന ഓട്ടോ ഡ്രൈവർക്ക് സംശയം തോന്നിയത്. ഒരു ബാഗ് തൊട്ടടുത്തുള്ള വാഴത്തോപ്പിലും മറ്റൊന്ന് പുഴയ്ക്ക് സമീപത്തായിട്ടായിരുന്നു ചെന്ന് പതിച്ചത്. പോലീസ് സ്ഥലത്തെത്തി ഉടൻ തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. ഒരുപക്ഷെ ഇതിനുശേഷം പ്രതി സംസ്ഥാനം വിടാനുള്ള ഉദ്ദേശം വല്ലതും ഉണ്ടായിരുന്നതെല്ലാം പോലീസ് തടഞ്ഞിട്ടുണ്ട്. പ്രതിയെ വേഗം തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പിന്നീടാണ് ഈ ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. നിലവിലെ ചോദ്യം ചെയ്യലിൽ നിന്ന് പ്രതി ഒറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രാഥമിക വിവരം. എന്നിരുന്നാലും മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, അതോ ഈ ഒരു ഭാര്യയുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് കൊലപാതകം നടത്തിയതെന്നാണ് ഇപ്പോൾ പറയുന്നത്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇരുവരും തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇവർ ഏറെ കാലമായി ഇവിടെ ഒരുമിച്ച് താമസിച്ച് ജോലി ചെയ്തു വരികയാണ്. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും കാരണം കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ചോദിച്ചു വരികയാണ്.